അപ്പോൾ എല്ലാവരും തബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഹുണ്ടായി ക്രെറ്റ പഴയൊരു മോഡലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് 2015-16 ഒരു വേരിയൻറ്റിലുള്ളൊരു വാഹനവും കൂടിയാണ്. അതുമാത്രമല്ല ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്, ആനിവേഴ്സറി എഡിഷൻ. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രച്ചൂസ് കാക്കാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ കൂടിയാണ്. ക്രെറ്റ 2015-16, ഇത് 16 മോഡലാണ്. നമുക്കൊരു ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. അപ്പോൾ ഡീസൽ എഞ്ചിനാണ്, 1.6 SX എന്ന് പറഞ്ഞൊരു മോഡലും കൂടിയാണ് ഈ ഒരു വാഹനം. അപ്പോൾ ക്രെറ്റ ഇപ്പോഴും നമ്മുടെ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ ഫാൻ ബേസുള്ളൊരു വാഹനം കൂടിയാണ് ക്രെറ്റ എന്ന് പറയുന്നത്. പല ഫേസ് ലിഫ്റ്റിലൂടെയാണ് നമ്മുടെ ക്രെറ്റ വന്നിട്ടുള്ളതും. അപ്പോൾ 2019 ആ ഒരു മോഡലിൽ നമുക്ക് കോസ്മെറ്റിക് ചേഞ്ച് എന്ന് പറയാനായിട്ട് ഗ്രില്ലാണ് മാറിയിരുന്നത്. ഇപ്പോൾ ടോട്ടലി ഫുള്ളായിട്ട് ക്രെറ്റ മാറിയിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു വാഹനം കൂടിയാണ് ക്രെറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഡ്രൈവാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ടത്. പിന്നെ ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ CRD എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ഒരു വണ്ടിയിലുണ്ട്. 1.6 എന്ന് പറയുമ്പോൾ അത്ര പവർഫുൾ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആനിവേഴ്സറി എഡിഷനിൽ എന്താണ് ചേഞ്ച് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മുടെ 2015 ഇറങ്ങിയ ആ ഒരു ഫ്രണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കോസ്മെറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൽ ഡ്യുവൽ ടോൺ ആയിരുന്നു നമുക്കിതിൽ വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക് ചേഞ്ച് എന്നായിട്ട് പറയേണ്ടത് സൈഡിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് വരും, പിന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫുൾ ക്രോം ഫിനിഷിംഗ് ഉള്ളൊരു ഗ്രില്ലാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന സർക്കിളിൽ വരുമ്പോൾ നമുക്കൊരു ഹാലജൻ ഹെഡ് ലൈറ്റാണ്. പിന്നെ നമുക്ക് താഴെ നമുക്കൊരു DRL ലൈറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു എയർ ഡാമാണ് ഇതിൽ വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഒരു ലുക്കും കാര്യങ്ങളാണ് നമ്മുടെ പണ്ട് ക്രെറ്റയിൽ വന്നിരുന്നത്. ഇപ്പോഴും ഫാൻ ബേസ് ഉള്ളൊരു വാഹനം കൂടിയാണ് ഈ ഒരു മോഡൽ. പിന്നെ സൈഡിലേക്ക് പോകും. സൈഡ് വ്യൂയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വരുന്നത്. ഒരു ഗൺ മെറ്റൽ അലോയ്സ് ആണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. സിൽവർ ടൈപ്പ് നമുക്കിതിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞത് നേരത്തെ കോസ്മെറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഇതിൽ ലിമിറ്റഡ് എഡിഷൻ ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുന്ന റെഡും ഒരു ബ്ലാക്കും ഉള്ളൊരു സ്റ്റിക്കർ വരുന്നത്. അത് തൊട്ട് ഇവിടം വരെ നമുക്ക് ആ സ്റ്റിക്കർ വരുന്നതായിരുന്നു. പകുതി കീറിപ്പോയതാണ്. ഞാൻ പറഞ്ഞത് യൂസ്ഡ് കാറാണ്. ഇതെൻ്റെ ഒരു കസിൻ്റെ വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എനിക്കിത് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ക്ലാഡിങ് പോലത്തെ ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലാണെങ്കിൽ ഒരു ക്രോം ഫിനിഷിംഗ് ആണ് ഇതിൽ വരുന്നത്. ORVM വരുന്നത് ഇൻ്റർഗേറ്റ് ചെയ്തൊരു ഇൻഡിക്കേറ്റർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പോർട്ടി ലുക്ക് എന്ന് പറയാൻ ഞാൻ പറഞ്ഞ പോലെ ഡ്യുവൽ ടോൺ നമുക്ക് വരുമ്പോൾ ഭയങ്കര ലുക്കായിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം തോന്നിപ്പിക്കുന്നത്. റൂഫ് റെയിൽ നമുക്കൊരു ഗ്രേ കളറായിട്ടാണ് റൂഫ് റെയിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ആനിവേഴ്സറി എഡിഷനാണ് ഈ ഒരു കാണുന്ന സ്റ്റിക്കർ. 2015 കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളായ ഒരു വാഹനമാണ്. അപ്പോൾ 2016 ഒരു ഫസ്റ്റ് ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം എന്ന് വെച്ചാൽ കോസ്മെറ്റിക് ചേഞ്ചിൽ ഈ ഒരു വാഹനം ഇറക്കിയത്. ഇത് നമുക്ക് പെട്രോൾ വേരിയൻറ്റിലും ഡീസൽ വേരിയൻറ്റിലും നമുക്ക് ഈ വാഹനം ലഭ്യമാണ്. ബാക്ക് വ്യൂയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹാലജൻ ടെയിൽ ലൈറ്റാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രെറ്റ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പഴക്കം നമ്മൾ സ്റ്റോക്കിൽ തന്നെയാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. ഒരു മാറ്റവും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ഒരു ലിമിറ്റഡ് എഡിഷൻ ആനിവേഴ്സറി എഡിഷനിൽ തന്നെയാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. ആകെ ചേഞ്ചസ് എന്ന് പറയാനായിട്ടുള്ള ഈ സ്റ്റിക്കർ മാത്രമാണ്. പിന്നെ ഡ്യുവൽ ടോൺ ആ ബ്ലാക്ക് ഫിനിഷിങ്ങും. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻ്റർഗേറ്റ് ചെയ്ത ഒരു സ്പോയിലർ വരുന്നുണ്ട്, സ്പോർട്ടി ആയിട്ടുള്ളത്. സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാഡ്ജ് വരുന്ന SX ബാഡ്ജ് എന്ന് വെച്ചാൽ മോഡൽ വേരിയൻറ്റിൻ്റെ പേരാണ്. അതുപോലെ തന്നെ നമ്മുടെ CRDI എൻജിൻ അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് റിവേഴ്സ് ക്യാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സ് വരുന്നുണ്ട്. താഴെയായിട്ട് ഒരു സ്കേർട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രേ ടൈപ്പ് ഉള്ളത്. അപ്പോൾ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ചെളിയാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഒരു വാഹനം കണ്ടപ്പോൾ ഞാൻ ചെയ്തെന്നുള്ളൂ, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ക്രെറ്റ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു വാഹനവും കൂടി ആയതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് പറഞ്ഞത്. ആനിവേഴ്സറി എഡിഷനിൽ നമുക്ക് വരുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷിങ്ങും അതിൽ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്കൊരു ബ്രൗൺ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു
കളറുമാണ് നമുക്ക് ഈ ഒരു AC വെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെ നമുക്കൊരു ഇൻഫോടൈം സിസ്റ്റം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത്, നാവിഗേഷൻ, അങ്ങനെ മാപ്പ്, FM മീഡിയ, അങ്ങനെ പോലത്തെ ആ ഒരു 2015-16 ഒരു സ്റ്റീരിയോ സിസ്റ്റമാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു സിസ്റ്റമാണ്. 6 സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ AC ക്ലൈമറ്റ് കൺട്രോൾ നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ഓക്സ് കോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഫോൺ വെക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നത്. ഗിയർ വരുന്നത് അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ഗിയറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. പിന്നെ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. അവിടെ നമുക്കൊരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിമിറ്റഡ് എഡിഷനിൽ വരുമ്പോഴാണ് ഈ ഒരു ബ്രൗൺ ടൈപ്പ് ഉള്ളൊരു സീറ്റ് വരുന്നത്. ഫാബ്രിക് സ്റ്റിച്ചിങ് ഉള്ളൊരു സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് കംഫർട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. 3 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യണോണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്വിച്ചസ് വരുന്നത്. വോളിയം കൺട്രോൾ സ്വിച്ചസ്, കോൾ പിക്ക് ചെയ്യാവുന്ന സ്വിച്ചും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമുക്ക് ട്രിപ്പ് റീസെറ്റ് ചെയ്യാവുന്ന ഒരു ബട്ടൺ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ നോർമൽ അനലോഗ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ORVയും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഡോർ ഹാൻഡിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പവർ ഉള്ളൊരു ഡോർ ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പാറ്റേൺ പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബാക്ക് റോയിലിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സുഖമായിട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. 3 പേർക്ക് അടിപൊളിയായിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു വീട് ഭാഗത്ത് ആംറസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, 2 ഹെഡ് റെസ്റ്റുകളാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് നമുക്കിതിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്രെറ്റ എന്ന് പറയുന്നൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഹുണ്ടായിൽ ഏറ്റവും ഇഷ്ടമുള്ളത് i20യും ക്രെറ്റയാണ്. ആ ഒരു പഴയ മോഡലിൽ 2015-16 ഒരു മോഡലിൽ, അതും CRD എൻജിൻ, ഡീസൽ എൻജിൻ 1.6 ഓടിക്കാനാണ് ഏറ്റവും പൊളി. അപ്പോൾ ഞാൻ ഈ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ കസിൻ്റെ വാഹനവും കൂടിയാണ്. അപ്പോൾ ഈ ആനിവേഴ്സറി എഡിഷൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഫ്രണ്ടിലത്തെ സ്റ്റിക്കർ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ആനിവേഴ്സറി എഡിഷൻ ഇപ്പോഴും ചിലവർക്ക് അറിയില്ല. എന്ന് വെച്ചാൽ 2015 കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ സക്സസ് ആയതിൻ്റെ ഒരു ആനിവേഴ്സറി എഡിഷനാണ് ഈ ഒരു വാഹനം കറക്റ്റ് ഇറക്കിയത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വാഹനം എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടെന്നുള്ളൂ. അപ്പോൾ ഇത് ആനിവേഴ്സറി എഡിഷൻ ആയതുകൊണ്ട് ജസ്റ്റ് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എനിക്കൊരു പേഴ്സണലി ഇഷ്ടമുള്ള ഒരു വാഹനം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആനിവേഴ്സറി എഡിഷൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്ന് വെച്ചാൽ ക്രെറ്റ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.